നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദുബായിലെ യുവമലയാളി ഡോക്ടർ ലഹരിക്കടത്തിനിടെ പിടിയിൽ. ഫുജൈറയിൽ വാഹനാപകടം, സഹോദരങ്ങളായ 3 പേർ മരിച്ചു. ഷാർജയിലേക്കുള്ള എയർ അറേബ്യ വിമാനം പുറപ്പെടാൻ വൈകിയത് മണിക്കൂറുകൾ. കാരണം പൈലറ്റിന്റെ ജോലി സമയം അവസാനിച്ചു. പ്രതിഷേധം. വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിനിടെ കുവൈത്ത് എയർവേസ് വിമാനത്തിൽ പുക. കാലഹരണപ്പെട്ട 55 ടൺ കോഴിയിറച്ചി വിൽപ്പന. സൗദിയിൽ 3 പ്രവാസികൾ അറസ്റ്റിൽ. സോക്കർ 24 സീസൺ 2 സംഘാടക സമിതി രൂപീകരിച്ചു. സൗദി എയർലൈൻസും ജിദ്ദ വിമാനത്താവളവും മുന്നിൽ. GCAA-യുടെ യാത്രക്കാരുടെ പരാതി സൂചിക പുറത്ത്. ദുബായിലെ യുവമലയാളി ഡോക്ടർ ലഹരിക്കടത്തിനിടെ പിടിയിൽ. ദുബായിൽ മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിലെ വാഹന പരിശോധനയ്ക്കിടെ 160.77 ഗ്രാം മെത്തഫിറ്റമിനുമായി കൊല്ലം കരുനാഗപ്പള്ളി തഴവ ചിറ്റുമൂല ഇടമരത്ത് വീട്ടിൽ ഡോക്ടർ N അൻവർ ഷാ അറസ്റ്റിലായി. മൈസൂരുവിൽ നിന്നും പൊന്നാനിയിലേക്കുള്ള ബസ് യാത്രയ്ക്കിടയിലാണ് പിടിയിലായത്. ബംഗളൂരുവിൽ നിന്ന് വാങ്ങിയ ലഹരിമരുന്ന് വിൽപ്പനയ്ക്കായി കൊച്ചിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നുവെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പിടിച്ചെടുത്ത മെത്താഫിറ്റാമിന് 5 ലക്ഷം രൂപ വില വരും. ദുബായിൽ ആയുർവേദ ചികിത്സാ കേന്ദ്രം നടത്തുന്ന അൻവർ ഷാ 5 മാസം മുൻപാണ് നാട്ടിലെത്തിയത്. ഇയാൾ ദുബായിലും ലഹരി കേസുകളിൽ പിടിയിലായിരുന്നുവെന്നും ലഹരിക്കടത്ത് സംഘത്തിലെ കൂടുതൽ പേർക്കായി അന്വേഷണം ആരംഭിച്ചതായും എക്സൈസ് അധികൃതർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്. ഫുജൈറയിൽ വാഹനാപകടം, സഹോദരങ്ങളായ 3 പേർ മരിച്ചു. ഫുജൈറയിലുണ്ടായ വാഹനാപകടത്തിൽ സഹോദരങ്ങളായ 3 പേർ മരിച്ചു. 4 പേർക്ക് പരിക്കേറ്റു. അഹമ്മദ് മുഹമ്മദ് അലി സയ്യിദ് അൽ യമഹി, ഈദ് മുഹമ്മദ് അലി അൽ സയ്യിദ് അൽ യമഹി, മിറ മുഹമ്മദ് അൽ സയ്യിദ് അൽ യമഹി എന്നീ സഹോദരങ്ങളാണ് മരിച്ചത്. ഫുജൈറ ദിബ്ബ ഗോബ് റോഡിലായിരുന്നു അപകടം. 4 വീലറും ടാങ്കർ ലോറിയും കൂട്ടിയിടിക്കുകയായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മൃതദേഹങ്ങൾ ഗോബ് ഖബറിസ്ഥാനിൽ അടക്കം ചെയ്തു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ഫുജൈറ. ഷാർജയിലേക്കുള്ള എയർ അറേബ്യ വിമാനം പുറപ്പെടാൻ വൈകിയത് മണിക്കൂറുകൾ. കാരണം പൈലറ്റിന്റെ ജോലി സമയം അവസാനിച്ചു. പ്രതിഷേധം. ഷാർജയിലേക്ക് എയർ അറേബ്യ വിമാനം പുറപ്പെടാൻ മണിക്കൂറുകൾ വൈകിയതിനെ തുടർന്ന് കോഴിക്കോട് വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ പ്രതിഷേധം. ഇന്നലെ പുലർച്ചെ 4:10-നുള്ള വിമാനം വൈകിട്ട് 7 മണിയോടെയാണ് പുറപ്പെട്ടത്. പുലർച്ചെ 1 മണിയോടെ വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാർ വിമാനം പുറപ്പെടുന്നതുവരെ വിമാനത്താവളത്തിൽ തുടർന്നു. പുലർച്ചെ ഷാർജയിൽ നിന്നെത്തിയ വിമാനം മോശം കാലാവസ്ഥയെ തുടർന്ന് കോയമ്പത്തൂരിലേക്ക് തിരിച്ചുവിട്ടു. 8:30-യോടെ കരിപ്പൂരിൽ തിരിച്ചെത്തിയെങ്കിലും പൈലറ്റിന്റെ ജോലി സമയം അവസാനിച്ചതിനാൽ ഉടൻ ഷാർജയിലേക്ക് പുറപ്പെട്ടില്ല. ഭക്ഷണം കിട്ടിയില്ലെന്നും കൃത്യമായ വിവരങ്ങൾ ലഭിച്ചില്ലെന്നും യാത്രക്കാർ പറഞ്ഞു. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ദമാമിൽ നിന്നുള്ള വിമാനവും രാവിലെ മൂടൽമഞ്ഞ് മൂലം കൊച്ചിയിലേക്ക് തിരിച്ചുവിട്ടിരുന്നു. പിന്നീട് കരിപ്പൂരിൽ തിരിച്ചെത്തിയ വിമാനം തുടർ സർവീസ് നടത്തി. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ഷാർജ. വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിനിടെ കുവൈത്ത് എയർവേസ് വിമാനത്തിൽ പുക. ഇന്നലെ പുലർച്ചെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിനിടെ കുവൈത്ത് എയർവേസ് വിമാനത്തിൽ പുക. വിമാനം റൺവേയിൽ ഇറങ്ങുന്നതിനിടയിലാണ് മുൻവശത്തെ ടയറിന് മുകളിൽ പുക കണ്ടത്. തുടർന്ന് സുരക്ഷാ സംവിധാനങ്ങൾ വിമാനത്തിനടുത്ത് എത്തിച്ചു പരിശോധിച്ചു. ലാൻഡിംഗ് ഗിയറിലെ ഹൈഡ്രോളിക് സംവിധാനത്തിലുണ്ടായ ഓയിൽ ചോർച്ചയാണ് പുക ഉയരാൻ കാരണമെന്ന് അധികൃതർ അറിയിച്ചു. യാത്രക്കാർ സുരക്ഷിതരാണ്. ഗ്രൗണ്ട് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ പരിശോധനയ്ക്ക് ശേഷം വിമാനം തിരികെ പോയി. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, കുവൈത്ത്. കാലഹരണപ്പെട്ട 55 ടൺ കോഴിയിറച്ചി വിൽപ്പന. സൗദിയിൽ 3 പ്രവാസികൾ അറസ്റ്റിൽ. റിയാദിൽ കാലഹരണപ്പെട്ട 55 ടൺ കോഴിയിറച്ചി പ്രദർശിപ്പിച്ചതിനും വിൽപ്പന നടത്തിയതിനും 3 പ്രവാസികൾ അറസ്റ്റിൽ. അന്വേഷണത്തിൽ ഈ ഉൽപ്പന്നങ്ങൾ കാലഹരണപ്പെട്ടതും ഇവയുടെ വിവരം തെറ്റായി രേഖപ്പെടുത്തിയതായി കണ്ടെത്തി. പ്രതികൾ 5 ടൺ കോഴിയിറച്ചി തെറ്റായ ലേബലുകൾ ഉപയോഗിച്ച് വീണ്ടും പാക്ക് ചെയ്യുകയും തെറ്റായ ഉൽപാദന തീയതികളും സ്ഥലങ്ങളും ഉൾപ്പെടുത്തുകയും ചെയ്തു. ഈ പ്രവർത്തികൾ ഉപഭോക്താക്കളെ വഞ്ചിക്കാനും അവരുടെ ആരോഗ്യം അപകടത്തിലാക്കാനും ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നുവെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടി. പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയും ക്രിമിനൽ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, റിയാദ്. സോക്കർ 24 സീസൺ 2 സംഘാടക സമിതി രൂപീകരിച്ചു.
റിയാദിൽ കേളി കലാ സാംസ്കാരിക വേദി അൽഖർജ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സോക്കർ 24 സീസൺ 2 ഫുട്ബോൾ ടൂർണമെന്റിനായി വിപുലമായ സംഘാടക സമിതിക്ക് രൂപം നൽകി. കേരളി അൽഖർജ് ഏരിയ കമ്മിറ്റി ഓഫീസിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ കേളി കേന്ദ്ര കമ്മിറ്റി അംഗം ലിബിൻ പശുപതി ആമുഖ പ്രസംഗം നടത്തി. അൽഖർജ് ഏരിയ പ്രസിഡന്റ് ഷെബി അബ്ദുസലാം അധ്യക്ഷത വഹിച്ചു. ജോസഫ് ടി യോഗം ഉദ്ഘാടനം ചെയ്തു. കേളി അൽഖർജ് ഏരിയ രക്ഷാധികാരി സെക്രട്ടറി പ്രദീപ് കൊട്ടാരത്തിൽ ഫുട്ബോൾ നടത്തിപ്പിനെ കുറിച്ച് വിശദീകരിച്ചു. ഏരിയ സെക്രട്ടറി രാജൻ പള്ളിത്തടം ഫുട്ബോൾ സംഘാടക സമിതി പാനൽ അവതരിപ്പിച്ചു. 16 ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മത്സരം 4 ആഴ്ച നീണ്ടുനിൽക്കും. സെപ്റ്റംബർ 19 തുടങ്ങി ഒക്ടോബർ 10 വരെയുള്ള എല്ലാ വ്യാഴാഴ്ചകളിലുമായി നടക്കുന്ന മത്സരത്തിൽ ഒരു ദിവസം 4 മത്സരങ്ങൾ വീതമാണ് നടക്കുക. അൽഖർജ് യമാമ ഗ്രൗണ്ടിൽ നടക്കുന്ന മത്സരത്തിൽ വിജയികളാകുന്നവർക്ക് ആകർഷകമായ ട്രോഫിയും പ്രൈസ് മണിയും ഉണ്ടായിരിക്കും. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, റിയാദ്. സൗദി എയർലൈൻസും ജിദ്ദ വിമാനത്താവളവും മുന്നിൽ. GCAA-യുടെ യാത്രക്കാരുടെ പരാതി സൂചിക പുറത്ത്. സൗദി അറേബ്യയിലെ വ്യോമയാന ഗതാഗത രംഗത്തെ യാത്രക്കാരുടെ പരാതികളുടെ അടിസ്ഥാനത്തിലുള്ള സൂചിക പുറത്തുവിട്ടു. ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷനാണ് ജൂൺ മാസത്തിലെ കണക്കുകൾ വിലയിരുത്തി സൂചിക പുറത്തുവിട്ടത്. ഏറ്റവും കുറവ് പരാതി ലഭിച്ച എയർലൈൻ സൗദി എയർലൈൻസ് ആണ്. ഫ്ലൈനാസ് 2ാം സ്ഥാനത്തും എഡൽ ഏവിയേഷൻ 3ാം സ്ഥാനത്തുമാണ്. പ്രതിവർഷം 60 ലക്ഷത്തിലധികം യാത്രക്കാരുടെ വിമാനത്താവളങ്ങളിൽ ഏറ്റവും കുറവ് പരാതി ലഭിച്ചത് ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് വിമാനത്താവളമാണ്. 60 ലക്ഷത്തിൽ താഴെ യാത്രക്കാരുള്ള വിമാനത്താവളങ്ങളിൽ അബഹ വിമാനത്താവളമാണ് മുന്നിൽ. ആഭ്യന്തര വിമാനത്താവളങ്ങളിൽ ഏറ്റവും കുറവ് പരാതി ബിഷ വിമാനത്താവളത്തിലാണ്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ജിദ്ദ. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.